ഹായ്, ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന സൺസ്ക്രീനിനെ കുറിച്ചാണ്. ഇവിടെ വരുന്ന ക്ലയൻറ്റുകൾ മിക്ക ഉള്ളവരും ചോദിക്കാറുണ്ട് നല്ല സൺസ്ക്രീൻ ഏതാണെന്ന്. അപ്പം അവർ ഇന്നത് ഉപയോഗിക്കാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്, ഇത് ഉപയോഗിക്കാറുണ്ട്, ഏത് ഉപയോഗിച്ചാലും റിസൾട്ട് മോശമാണെന്ന് പറയും. ചിലത് നല്ല വെള്ള പെയിൻ്റ് അടിച്ച് കണക്കിരിക്കും, പുട്ടി അടിച്ച് കണക്കിരിക്കും, പൗഡർ ബേസ് കണക്കൊന്നും അങ്ങനെ ഒത്തിരി പറയാറുണ്ട് കംപ്ലൈൻറ്റുകൾ. നമുക്ക് ഏത് പ്രോഡക്റ്റാണെന്ന് നമ്മൾ എടുത്ത് പറയുന്നില്ല. അപ്പോൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പം മാക്സിമം നമ്മൾ വില കുറഞ്ഞത് അങ്ങനെ നോക്കി ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ കെമിക്കൽ കൂടുതലുള്ളത് നമ്മൾ ഉപയോഗിക്കരുത്. കെമിക്കൽ കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ മിക്ക ഉള്ളവരും മണം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നമ്മളൊരു മണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മണമെന്ന് പറയുന്നത്. അപ്പം ക്രീമുകളെല്ലാം മണമുള്ള ക്രീമുകളാകുമ്പോൾ നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ക്രീമുകൾ മണം ചേരുമ്പോഴേക്കും അതിൽ കെമിക്കലിൻ്റെ അംശം കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക പ്രോഡക്റ്റുകളെടുത്താലും നല്ല പ്രോഡക്റ്റുകൾക്ക് മണം കുറവായിരിക്കും. അതിന് മണം നമുക്ക് പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടാകാറില്ല. ഒരു നല്ല സൺസ്ക്രീൻ ലോഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വെയിലിൻ്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ വന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ലോഷൻ പുരട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ സൺസ്ക്രീൻ ലോഷൻ നമ്മൾ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം പുറത്ത് കാണുന്ന ഏത് ഭാഗമുണ്ടോ ആ ഭാഗത്തെല്ലാം സൺസ്ക്രീൻ ലോഷൻ പുരട്ടണം. അല്ലെങ്കിൽ നമുക്ക് മുഖത്ത് മാത്രം പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും പുരട്ടാറില്ല. മുഖത്തും കഴുത്തിലും ചെവിയിലും മാത്രമേ പുരട്ടാറുള്ളൂ. ബാക്കി ഭാഗത്ത് നല്ല മോയ്സ്ചറൈസിങ് ക്രീമുണ്ട്, നമ്മളതാണ് പുരട്ടുന്നത്. ട്രിറ്റേനിയം ഡൈ ഓക്സൈഡ് അടങ്ങിയതും കെമിക്കൽ അടങ്ങിയിട്ടില്ലാത്തതുമായ സൺസ്ക്രീൻ ലോഷൻ നമുക്ക് ഉപയോഗിക്കാം. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ പെട്ടെന്ന് അൾട്രാവയലറ്റ് രശ്മികളെ പിടിച്ചെടുക്കും. വേനൽക്കാലത്ത് വിയർക്കുമ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോഴും, മഴക്കാലത്ത് നമുക്ക് വലിയ പ്രശ്നമില്ല, എന്നാലും വേനൽക്കാലത്ത് നമ്മൾ പുറത്ത് പോകുമ്പോഴും വിയർക്കുമ്പോഴും ഒക്കെ ജസ്റ്റ് ഒന്ന് മുഖം കഴുകുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സൺസ്ക്രീൻ നമ്മളിൽ നിന്ന് ഇളകി വരാം. അതുകൊണ്ട് വാട്ടർ പ്രൂഫ് സൺസ്ക്രീൻ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡെർമയുടെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. SPF 50 ആണ്. അതുപോലെ തന്നെ ഇതിൽ ഹൈലൂറോണിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, നമുക്ക് ഈർപ്പം നൽകുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ വരാതെയും നമുക്കെപ്പോഴും മാക്സിമം നമ്മൾ വെള്ളം കുടിക്കുക, അതാണ് നമ്മുടെ സ്കിന്നിൽ നമുക്ക് അല്ലാതെ ചെയ്യാൻ പറ്റുന്നത്. എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവും. ഈർപ്പത്തിൻ്റെ അംശം കുറയുമ്പോഴാണ് നമുക്ക് ചുളിവുകൾ വരണം. അതിന് നമുക്ക് പുറമേ കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ക്രീമുകളിലൂടെ കൊടുക്കാൻ പറ്റുന്നത്. അതിനേക്കാൾ ഏറെ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമുക്ക് ഹൈലൂറോണിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ക്രീമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഡെർമയുടെ ഈ ക്രീമാണ് സൺസ്ക്രീനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക, നല്ല റിസൾട്ടാണ്. നമ്മൾ തിരിച്ച് വീട്ടിൽ വൈകിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ചെത്തുന്നത്. അപ്പോൾ എത്ര ടൈം നമ്മൾ മുഖം വാഷ് ചെയ്താലും എന്ത് ചെയ്താലും ഇതിങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.